ഒരു ദിവസം കാലത്തെ സുഹറായും മജീദും കൂടി അയൽവക്കങ്ങളിൽ നിന്നെല്ലാം പൂച്ചെടിക്കമ്പുകൾ ശേഖരിച്ചു കൊണ്ടുവരികയായിരുന്നു. മജീദിൻ്റെ വീടിൻ്റെ മുറ്റത്തിനരികിൽ ഒരു തോട്ടം നിർമ്മിക്കാൻ പൂച്ചെടിക്കമ്പുകൾ സുഹറയാണ് ചുവന്നിരുന്നത്. മജീദ് മുമ്പേ അന്തസ്സിൽ നടക്കുകയായിരുന്നു. ആണല്ലേ? അവൻ്റെ കയ്യിൽ വിടർത്തിയ ഒരു പേനാക്കത്തി ഉണ്ടായിരുന്നു. ഭാവിയിൽ താൻ ചെയ്യാൻ പോകുന്ന വലിയ വലിയ കാര്യങ്ങളെപ്പറ്റി മജീദ് പറയുകയാണ്. എല്ലാം മൂളിക്കേട്ട് ആനന്ദിക്കാനും അത്ഭുതം കൊള്ളാനുമേ സുഹറയ്ക്ക് കഴിഞ്ഞിരുന്നുള്ളൂ. മജീദിൻ്റെ സ്വപ്നങ്ങൾ അതുല്യങ്ങളാണ്. തങ്കവെളിച്ചത്തിൽ മുങ്ങിയ ഒരു സുന്ദര ലോകം. അതിൻ്റെ ഏകഛത്രാധിപതിയായ സുൽത്താൻ മജീദാണെങ്കിലും അതിലെ പട്ടമഹിഷിയായ രാജകുമാരി സുഹറായാണ്. അത് നിഷേധിക്കാൻ പാടില്ല. അവൾക്ക് കരച്ചിൽ വരും, അവളുടെ നഖങ്ങൾ നീളും. പിന്നെ മജീദിനൊരു നീറ്റലാണ്. അത് അനുഭവിക്കാതിരിക്കുന്നതിന് വേണ്ടി മജീദ് കരുതിയേ സംസാരിക്കൂ. എന്നാലും ചിലപ്പോൾ അവൻ മറന്നു പോകാറുണ്ട്. മാന്തൽ കിട്ടും. ഭാവനയുടെ അടിമയാണ് മജീദ്. ഭാവിയിൽ ബാപ്പ പറഞ്ഞു കേട്ടിട്ടുള്ള അറബിക്കഥയിലെ മാതിരി അത്യുന്നതമായൊരു മണിമാളിക അവൻ പണിയിക്കും. അതിൻ്റെ ഭിത്തികളെല്ലാം സ്വർണമാണ്. തനി മാണിക്യക്കല്ലുകളാണ് അതിൻ്റെ തിണ്ണ. അതിൻ്റെ മേൽക്കൂര എന്തായിരിക്കും? അതിൻ്റെ ഭാവനയിൽ ഒന്നും വരുന്നില്ല. വേണ്ടപ്പോൾ സുഹറ മൂളാഞ്ഞിട്ടല്ലേ? അവൾ മൂളിയിരുന്നെങ്കിൽ മജീദിന് ക്ഷണത്തിൽ തോന്നുമായിരുന്നല്ലോ. സുഹറ, എന്താ മജീദേ, നീ മൂളാത്തതെന്താ? ഞാൻ മൂളുന്നുണ്ടല്ലോ. പിന്നെ ചെറുക്കനെന്തിനാ എന്നെ നീന്ന് വിളിക്കണത്? അവൾ ദേഷ്യത്തോടെ മുന്നോട്ടെടുത്തു. മാന്തേറ്റ് മജീദ് പുളഞ്ഞുപോയി. അവൻ പേനാക്കത്തിയുമായി തിരിഞ്ഞു. അവൾ നഖങ്ങൾ പത്തും നീട്ടിപ്പിടിച്ച് കണ്ണുകൾ തുറിച്ച് മജീദിനെ ഭീഷണിപ്പെടുത്തി. ഞാൻ നീ മാന്തും. പഴയ മാന്തലുകളുടെയും നുള്ളലുകളുടെയും ഓർമ്മ മജീദിൻ്റെ രക്തത്തെ തണുപ്പിച്ചു. നഖങ്ങളുള്ള സുഹറ ഭയങ്കരിയാണ്. അവൾക്ക് ആ നഖങ്ങൾ ഇല്ലായിരുന്നുവെങ്കിൽ. പക്ഷേ പണ്ടു മുതൽക്കേ അവൾക്ക് നഖങ്ങളുണ്ട്. അത് അവൾക്ക് പ്രയോഗിക്കാൻ യാതൊരു മടിയുമില്ല. ആ സ്ഥിതിക്ക് ഇനിയും അവളെ ശുണ്ടി പിടിപ്പിക്കുന്നത് നല്ലതാണോ? അകാരണമായാണ് സുഹറ മാന്തിയത് എന്ന ഭാവത്തിൽ, ശുദ്ധഭാവത്തിനെ പോലെ മജീദ് ചോദിച്ചു. സുഹറ, എന്തിനാ എന്നെ മാന്തിയത്? എന്നെ ചെറുക്കൻ നീന്ന് വിളിച്ചതോ? മജീദ് അത്ഭുതം അഭിനയിച്ചു. എപ്പോഴാണ്? ഞാൻ വിളിച്ചില്ല. സുഹറ കെനാവ് കണ്ടതായിരിക്കും. മജീദിൻ്റെ നിലയും ഭാവവും കണ്ടപ്പോൾ സുഹറായുടെ ഉള്ള് ആളിപ്പോയി. വാസ്തവത്തിൽ മജീദ് നീ എന്ന് വിളിച്ചോ? ഒരു പക്ഷേ അങ്ങനെ തോന്നിയതായിരിക്കുമോ? എങ്കിൽ മജീദിനെ മാന്തിയത് ബഹു കഠിനമായിപ്പോയി. ചെമന്നു തടിച്ച 4 പാടുകൾ, അത് അവളുടെ മനസ്സിൻ്റെ കടുപ്പത്തിൻ്റെ ലക്ഷണങ്ങളല്ലേ? അവളുടെ കണ്ണുകൾ നിറഞ്ഞു. മജീദ് അത് കണ്ട ഭാവം നടിക്കാതെ വെൺമണൽ നിറഞ്ഞ ഗ്രാമവീതിയിലൂടെ നടന്നുകൊണ്ട് തന്നെത്താൻ പറഞ്ഞു. ഞാനൊന്നും ചെയ്തില്ലേലും ബാപ്പായും ഉമ്മായും ചുമ്മാ എന്നെ അടിക്കുകയും ചീത്ത പറയുകയും ചെയ്യും. പിന്നെ ചിലർ ചുമ്മാ പിച്ചുകയും മാന്തുകയും ചെയ്യും. വെറുതെ അവരുടെയൊക്കെ ഒരു സുഖത്തിന്. ഇനി ഞാൻ മരിച്ചു പോകുമ്പോൾ അവരൊക്കെ പറയായിരിക്കും, ആ പാവപ്പെട്ട മജീദ് ഉണ്ടായിരുന്നെങ്കിൽ ഒന്ന് പിച്ചുകയെങ്കിലും ചെയ്യാറുന്നെന്ന്. ഇത്രയും കഴിഞ്ഞ് മജീദ് സൂത്രത്തിൽ തിരിഞ്ഞു നോക്കി. ബേഷ്! സുഹറായുടെ കവിളുകളിലൂടെ കണ്ണുനീരിൻ്റെ 2 ചാലുകൾ. അവന് സന്തോഷമായി. അവൻ്റെ ആനന്ദത്തിൽ പങ്കുകൊള്ളാനെന്ന വണ്ണം ബാലഭാസ്കരൻ കുന്നിൻ്റെ ഉച്ചിയിൽ വന്ന് മന്ദഹാസപൂർവ്വം ചെലുവിര ഗ്രാമത്തെ പൊൻപ്രഭയിൽ മുക്കുകയാണ്. കുന്നിൻ്റെ പിന്നിൽ നിന്നും 2ആയി പിരിഞ്ഞ് കുന്നിനെയും ഗ്രാമത്തെയും ഉൾക്കൊണ്ടിട്ട് ദൂരെ ചെന്ന് ഒന്നായി ഒഴുകിപ്പോകുന്ന നദി ഉരുകിയ പൊന്നുപോലെ ഗ്രാമനിശബ്ദതയെ ഭേദിക്കുന്ന പക്ഷികളുടെ കളകൂജനങ്ങളിൽ മജീദ് കേൾക്കുന്നത് അവാച്യമായ ആനന്ദത്തിൻ്റെ മാറ്റൊലിയാണ്. പക്ഷേ സുഹറായുടെ ഹൃദയത്തിൽ മാത്രം ആനന്ദമില്ല. അവൾ അക്ഷന്തവ്യമായ ഒരു അപരാധം ചെയ്തിരിക്കുന്നു. യാതൊരു കാരണവുമില്ലാതെയല്ലേ അവൾ മജീദിനെ മാന്തിയത്? ഓർക്കും തോറും ഹൃദയം വിങ്ങുന്നു. ചെമന്നു തടിച്ച 4 പാടുകൾ മജീദിൻ്റെ പുറത്ത്. അവളുടെ തെറ്റിനെ എങ്ങനെ മാറ്റുവാൻ കഴിയും? മജീദ് പറഞ്ഞു വന്ന തങ്കമാളികയെ അനുസ്മരിപ്പിച്ചുകൊണ്ട് ഒന്നും സംഭവിച്ചിട്ടില്ലാത്ത മാതിരി സുഹറ പതുക്കെ ചോദിച്ചു. ചെറുക്ക, എന്നിട്ടാ മാളിയ? മജീദ് മിണ്ടിയില്ല. ഒട്ടുകഴിഞ്ഞ് അവൻ ചോദിച്ചു, സുഹറ മൂളുന്നുണ്ടോ? അവൾ ദുഃഖ പാരവേശത്തോടെ പറഞ്ഞു, മൂളുന്നുണ്ട്. എന്നിട്ട് അതിന് തെളിവായി എന്ന് സുഹറ 3 പ്രാവശ്യം മൂളുകയും ചെയ്തു. പിന്നെയുണ്ടല്ലോ, അവൻ തുടർന്നു, പൊന്മാളിക കുന്നിൻ്റെ മുകളിലാണ്.